ആദില നൂറ ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് വാനോളം സോഷ്യൽ മീഡിയയിൽ പുകഴ്ത്തിയിരുന്നു പലരും. ഇതാണ് റിയൽ ലവ്, ഇങ്ങനെ വേണം പാർട്ട്നേഴ്സ്, കപ്പിൾസ് എന്നൊക്കെ. ഞാനും ചില സിറ്റുവേഷനിൽ നൂറയുടെ ബിഹേവിയർ കണ്ടിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രൊമോ ഐ ഫീൽ ലൈക്ക് ഓഫ് എന്നുള്ളൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ ഭയങ്കര ഓവറായിരുന്നു. ടു ബി ഫ്രാങ്ക്, ഭയങ്കര ഓവറായിരുന്നു. അതിലേക്കാളും വളരെയധികം ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും മെച്ചുവറാണ് നൂറ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, തോന്നുന്നു എന്നല്ല, ഇത്രയും നാളത്തെ ഇത്രയും ദിവസത്തെ ഒരു ഷോ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അതാണ്. അതില് അടിച്ചിടുക ഇൻ ദ സെൻസ് ലൈക്ക് ഒരു രീതിയിലും ഒരു മാനസിക പരിഗണന കൊടുക്കാതെ വളരെ ഇമ്മെച്ചുവർ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അനീഷിന്റെ അടുത്ത്. അവിടെ മറ്റാൾക്കാരുടെ അടുത്താണെങ്കിലും ദേഷ്യം വന്നാൽ അതിലേക്ക് പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ഓക്കെ, അതാണ് അവസ്ഥ. അപ്പൊ ഇപ്രാവശ്യത്തെ ഒരു പ്രൊമോയില് ചോദിക്കുന്നുണ്ട്, ഇറിറ്റേഷൻസ് എല്ലാവർക്കും ഇല്ലേ, റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സംഭവം പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഏകനോ നമ്മളെ ആരെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ടപ്പ് എന്ന് വരുന്ന ഒരു സാധനമാണ്. അതിന് മൈൻഡ് കൺട്രോൾ ഉണ്ടാവില്ല. അതെന്താണോ ആ ചെയ്യുന്നത്, അത് ആ ആക്ട് ദാറ്റ് ഈസ് ലിറ്ററലി ട്രൂ. അപ്പം കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഒരു ഫൈറ്റിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് വ്യക്തിവിരോധമാണോ എന്ന്. നമ്മുടെ ഷാനവാസ് പറഞ്ഞ പോലെ തന്നെ ബോറായി തുടങ്ങി, കുറച്ച് ഓവറായി തുടങ്ങി. പലരും പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരും ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകും, നമ്മുടെ വീട്ടിലോട്ട് വരാമെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ പറഞ്ഞതിന്റെ ഭാഗമായിട്ടുള്ള അഹങ്കാരമെന്ന് പറയുന്നുണ്ട്. ഏതോ ആ ഹോട്ടൽ ടാസ്ക് ലിറ്ററലി റിയാസ് വന്ന് പോയതിനു ശേഷം അതിലൂടെ കാര്യങ്ങളെല്ലാം ക്ലിഞ്ഞോ അവസ്ഥയാണ്. മൊത്തം കയ്യിൽ നിന്ന് പോയേക്കാണ്, സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയേക്കെ. അതല്ല എന്റെ മെയിൻ ഹൈലൈറ്റ്. അതിലേക്ക് ഇത്രയും ദേഷ്യമുണ്ടോ? കാരണം നൂറ് തന്നെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നെഞ്ചരിച്ചിൽ വരികയാണ്, ഇങ്ങനത്തെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരുപക്ഷെ തമാശക്ക് പറഞ്ഞതാണോ ഏതോ ഇത്രയും കേരളം ഒട്ടാകെ കാണുന്ന ഈ ഒരു ഷോയില് നൂറയുടെ വായിന്ന് വന്നേക്കാണ് എന്ത് ചെയ്യാനോ പെട്ടുപോയില്ലേ എന്ന്. ഇങ്ങനത്തെ ഒരു ദേഷ്യ സ്വഭാവം ഉണ്ടോ, എന്ത് ചെയ്യാനോ പെട്ടുപോയില്ലേ എന്നുള്ളത്. നോട്ട് റൈറ്റ്.